ഏവർക്കും നമസ്കാരം. മറ്റു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കീം എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിന്റെ ഒക്കെ സ്കോർ വന്നു. ഇനി നമുക്ക് പ്ലസ് ടുവിന്റെയും കൂടെ സ്കോർ വന്നിട്ട് അതുകൂടെ ചേർത്ത് നമ്മുടെ റാങ്ക് നിശ്ചയിക്കുമ്പോൾ പല കുട്ടികൾക്കും പ്രതീക്ഷയോടുകൂടി മീൻസ് നല്ല മാർക്കോടുകൂടി പ്രതീക്ഷയുള്ളവരുണ്ട്. ഇനി റാങ്കിനൊന്നും ഒത്തിരി ശ്രദ്ധിക്കാത്തവരുണ്ട്. കാരണം വലിയ റാങ്ക് കിട്ടത്തൊന്നുമില്ല, എവിടെയെങ്കിലുമൊക്കെ ഒരിടത്ത് ഉണ്ടാവും എന്നുള്ളവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ അഡ്മിഷൻ കിട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യത സ്വകാര്യ എഞ്ചിനീയറിംഗ് മീൻസ് നമ്മുടെ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ പഠിക്കുന്നതും അങ്ങനത്തെ നമുക്ക് ആകെ ഉള്ളത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഉള്ളത് 9 എണ്ണമാണ് കേരളത്തിലുള്ളത്. പിന്നെ ഒരു 5 എണ്ണം നമ്മുടെ ഗവൺമെന്റിന്റെ ഫീസ് സ്ട്രക്ചർ വെച്ചുകൊണ്ട് തന്നെ എയ്ഡഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു 5 എണ്ണം കൂടിയുണ്ട്. ഇത് കഴിഞ്ഞിട്ടുള്ള മറ്റുള്ളതെല്ലാം നമുക്ക് പ്രൈവറ്റ് ആയിട്ടും പിന്നെ കോ ഷെയറിംഗ് കോളേജ് ഉണ്ട്, മീൻസ് IHRD അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അല്ലെങ്കിൽ തന്നെ മറ്റുള്ളതെല്ലാം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ പ്രൈവറ്റ് കോളേജിന്റെ ബേസിൽ വരുന്നതാണ്. അപ്പൊ അവിടെയാണ് കൂടുതൽ കുട്ടികളും പഠിക്കുന്നത്. മറ്റിടത്തൊന്നും എല്ലാവർക്കും ചെല്ലാൻ അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോ CET അത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജാണ്, അവിടെ കിട്ടാൻ പക്ഷെ വളരെ ടഫാണ്. അവിടത്തേക്ക് കട്ട് ഓഫേ വരുന്ന മീൻസ് ഒരു 600-700 അതിനുള്ളിലൊക്കെ റാങ്ക് വരുന്നവർക്കാണ് അവിടെ കിട്ടുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എല്ലാവർക്കും അവിടെ ഒന്നും നോക്കാൻ പറ്റില്ല. എന്നാലും നമുക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് പഠിച്ചല്ലേ പറ്റൂ. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ഏകദേശം നല്ല ഏറ്റവും ഒരുവിധം മുന്നിലുള്ള എഞ്ചിനീയറിംഗ് കോളേജിന്റെ പേരുകളും അതിന്റെ സ്ഥലവുമാണ് ഞാൻ ഇടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് സെർച്ച് ചെയ്ത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ കൂടെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടല്ലോ. ഓക്കെ, എല്ലാം നേരത്തെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് ഒരു കോളേജിനെ നിങ്ങളുടെ അടുത്തുള്ളത് പ്രോപ്പറായിട്ട് നിങ്ങൾ എല്ലാം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ മീൻസ് തീരുമാനം എടുത്തു ഡിസിഷൻ എടുത്തു കഴിഞ്ഞെങ്കിൽ ഉറപ്പായിട്ട് ആ കോളേജുമായിട്ട് നേരത്തെ തന്നെ നിങ്ങൾ പോയി മാനേജ്മെന്റിലാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ ജോയിൻ ചെയ്ത് അതിൽ കൂടെ കയറി പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും ഫസ്റ്റ് കോളേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞ റാങ്കിന്റെ രീതി കൂടെ ആണെങ്കിൽ സീറ്റ് തന്നെയാണ്. പിന്നെ നമ്മുടെ അല്ലാതെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ പ്രൈവറ്റിനെ കുറിച്ചാണ് ഞാൻ കൂടുതലും പറയുന്നത്. ഫസ്റ്റ് നമ്മുടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി എറണാകുളം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോളേജാണ്. നല്ല രീതിയിൽ കൂടെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഫീസ് ഒക്കെ ഇത്തിരി കൂടുതലാണ് കേട്ടോ. അതുപോലെ ഓർത്തോണ്ട് നിങ്ങൾ ഒരിക്കലും ഫീസിന്റെ കാര്യത്തിൽ പല കോളേജിനും പല രീതിയിൽ കൂടെയാണ്. അത് ഈ കോളേജിന്റെ റാങ്കിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കോളേജിന്റെ റാങ്ക് ലിസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ കോളേജൊക്കെ ടോപ്പിൽ നിൽക്കുന്നതായതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് എടുക്കുമ്പോൾ അവിടെ എന്തായാലും ഇച്ചിരി ഫീസ് ഒക്കെ കൂടുതലായിരിക്കും. 2 നമുക്ക് അടുത്തത് അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, അത് കോട്ടയത്തുള്ളതാണ്. അത് നല്ല കോളേജാണ്, മീൻസ് കുഴപ്പമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി RIT എന്ന് വിളിക്കും, കോട്ടയത്തുള്ളതാണ്, അതും ടോപ്പ് കോളേജാണ്. പിന്നെ SCMS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എറണാകുളം, ഈ എറണാകുളം തൃശ്ശൂർ അവിടെ ഭയങ്കരമായിട്ട് കോളേജ് അത് ടോപ്പിൽ നിൽക്കുന്ന ഒത്തിരി കോളേജുകൾ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അവിടെയൊക്കെ അപ്പോൾ ഉള്ളവർക്ക് പഠിക്കാൻ ഒത്തിരി കോളേജിന് നമുക്ക് ചോയ്സ് ഉണ്ട്. ഏതെങ്കിലും ഒരു നല്ലതായിട്ട് പഠിക്കാൻ ഒത്തിരി ഉണ്ട്. നമ്മുടെ അടുത്ത് നോക്കിക്കേ, സെയിന്റ് കിഡ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോട്ടയം, അതും ഈ പറഞ്ഞ പോലെ കുറച്ച് നാളുകൾ കൊണ്ട് ടോപ്പിലെത്തിയ ഒരു കോളേജാണ് കേട്ടോ. കാരണം എനിക്ക് തന്നെ അറിയാൻ പറ്റുന്ന എന്റെ അടുത്തൊക്കെ ഉള്ള ഒരു കോളേജാണ്. പിന്നെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് എറണാകുളം, അതും നല്ലൊരു കോളേജാണ്. പിന്നെ ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഫിസാറ്റ്, അപ്പൊ അതും ഒരു ടോപ്പ് കോളേജ്, അത് എറണാകുളത്ത് തന്നെ ഉള്ളതാണ്. ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി അവിടെ നമുക്കതും എറണാകുളത്താണ്. സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് ഓഫ് അത് തൃശ്ശൂര്. പിന്നെ നമുക്ക് മംഗളം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോട്ടയം, അതും ഇതെല്ലാം നോക്കിക്കുക നമ്മളിപ്പോ ഈ പറഞ്ഞ എല്ലാം ഏകദേശം ആ സൈഡിൽ കിടക്കുന്ന കോളേജുകളാണ്. പിന്നെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അത് നമുക്ക് ട്രിവാൻഡ്രത്തുള്ളതാണ്. പിന്നെ മുത്തൂറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അതും എറണാകുളം തന്നെയാണ്. നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃശ്ശൂർ, അതും നല്ല കോളേജ്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഒരുവിധം പ്ലേസ്മെന്റ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം നന്നായിട്ട് പ്ലേസ്മെന്റ് ഉണ്ട്. പക്ഷെ നമുക്ക് ഈ പ്ലേസ്മെന്റ് ഓർത്തോട് മാത്രം നമുക്കൊരു കോളേജ് ജോയിൻ ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒന്നും അതിന്റെ ഒരു ഫലം കിട്ടുന്നില്ല, മീൻസ് റിസൾട്ട് ഒരിക്കലും കിട്ടത്തില്ല. പിന്നെ നന്നായിട്ട് പഠിക്കും എന്നുണ്ടെങ്കിൽ ഇവിടെ പോയി ജോയിൻ ചെയ്യാം. ദൂരെ നിന്ന് വന്ന് പഠിക്കണം, നമുക്ക് നല്ലൊരു കോളേജ് കിട്ടണം, അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെ. അല്ലാതെ നമുക്ക് അടുത്തൊരു അത്യാവശ്യം നല്ല കോളേജ് ആണെങ്കിൽ അവിടെ തന്നെ ജോയിൻ ചെയ്ത് വലിയ കുഴപ്പമില്ലാതൊക്കെ പോകുന്നതായിരിക്കും നല്ലത്. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ ഒരു ചെറിയ രീതിയിൽ കൂടെ പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വലിയ നമുക്ക് ഈ കോളേജിലൊക്കെ ദൂരെ നിന്ന് വന്നിട്ട് നല്ല ക്യാഷ് കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പ്ലേസ്മെന്റ് കിട്ടിയില്ല എങ്കിൽ വലിയ പ്രയോജനം ഇതിനകത്തൊന്നും ഉണ്ടാവില്ല. നെക്സ്റ്റ് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂര്. പിന്നെ വർഗീസ് കുര്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറി ആൻഡ് ഫുഡ് ടെക്നോളജി തൃശ്ശൂര്. KLPG കോളേജ് ഓഫ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഫുഡ് ടെക്നോളജി മലപ്പുറം. നെക്സ്റ്റ് ജവഹർലാൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാട്.
LBS അത് വളരെ ഫേമസ് ആയിട്ട് ഏറ്റവും ഇപ്പൊ ടോപ്പിൽ പോകുന്ന ഒരു കോളേജാണ് LBS. LBSന്റെ രണ്ടെണ്ണം നോക്കിക്കേ. LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വിമൻ ട്രിവാൻഡ്രം, നെക്സ്റ്റ് LBS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാസർഗോഡ്. ഇത് രണ്ടും നമ്മളുടെ ടോപ്പിലോട്ട് പോകുന്ന കോളേജസുകളുമാണ് കേട്ടോ. നെക്സ്റ്റ് വിദ്യ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി തലക്കോട്ടുകര തൃശ്ശൂരാണ്. അടുത്ത സെന്റ് ജോസഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോട്ടയം, അതും ഒരു ടോപ്പ് കോളേജസ് പോകുന്നുണ്ട്. പിന്നെ ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഇരിങ്ങാലക്കുട തൃശ്ശൂര്, പിന്നെ ടോക്കറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അത് എറണാകുളം, ശ്രീബുദ്ധ കോളേജ് പാറ്റൂർ ആലപ്പുഴ, നമ്മുടെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു കോളേജാണ്. ടോപ്പ് ഒരുവിധം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അതൊക്കെ പക്ഷെ എനിക്ക് തോന്നുന്നു ആ കോളേജിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം നല്ല രീതിയിൽ കൂടെ പോകുന്നെങ്കിൽ ഫീസ് ഒത്തിരി കൂടുതലില്ലാത്ത കോളേജാണ്. സാധാരണപ്പെട്ടവർക്കൊക്കെ പോയി പഠിക്കാൻ പറ്റുന്ന ഒരു കോളേജാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ കൂടെ പോകുന്നുണ്ട്. ബെസലിസ് മാത്യൂസ് സെക്കൻഡ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം. അടുത്തത് UKF കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം. പിന്നെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ എനിക്ക് ഏറ്റവും അടുത്തുള്ള ഒരു കോളേജാണ്, IHRDയുടെ ആണ് കേട്ടോ. അത് നല്ല രീതിയിൽ കൂടെ പോകുന്നുണ്ട്. നല്ല രീതിയിൽ കൂടെ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസിനാണ് ഏറ്റവും കൂടുതൽ ഇത് വരുന്നുണ്ട്, പ്ലേസ്മെന്റ് വരുന്നുണ്ട്. അതുകൊണ്ട് അവിടെ തന്നെ ഒത്തിരി കുട്ടികൾ അവിടെ കിട്ടാൻ വേണ്ടി നമ്മുടെ കീമിനൊക്കെ ഏകദേശം ഒരു 5000-6000 ആ റാങ്കിനുള്ളിലുള്ളവർക്കാണ് അവിടെ സാധാരണ കിട്ടുന്നത്. പിന്നെ അല്ലാതെ NRA സീറ്റിൽ കൂടെ നമുക്ക് കയറുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഒരുവിധം നല്ല പ്ലേസ്മെന്റ് വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കാരണം അത് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം ഞാനൊരു +2 കഴിഞ്ഞ് ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ട്, മീൻസ് ഞാൻ ഡിഗ്രിക്ക് പോകുന്ന സമയത്ത് തുടങ്ങിയ ഒരു കോളേജാണ്. ഒരു 1 ഇയറിന്റെ ഒരു വ്യത്യാസത്തിൽ, അല്ലെങ്കിൽ ഞാനും അവിടെ പോയി പഠിക്കാൻ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് എല്ലാ ചാൻസും വന്നു പോകാനുള്ള പക്ഷെ ഞാൻ അതിന്റെ കൂടെ അങ്ങ് പറഞ്ഞത് പോയതേ ഉള്ളൂ. എന്റെ അടുത്തുള്ളൊരു കോളേജാണ്, നല്ല കോളേജാണ്. നെക്സ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കിടങ്ങൂർ കോട്ടയം, ശ്രീനാരായണ ഗുരുകുലം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എറണാകുളം, മോഹൻദാസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി തിരുവനന്തപുരം, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തല അതും കുഴപ്പമില്ല. നെക്സ്റ്റ് മരീൻ എഞ്ചിനീയറിംഗ് കോളേജ് ഓഫ് തിരുവനന്തപുരം, നെക്സ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അടൂർ പത്തനംതിട്ട, അതും നമുക്ക് IHRD കോളേജാണ്. ഞാനിപ്പോൾ പറഞ്ഞ കോളേജസുകൾ അല്ലാതെ ഇനി ഒത്തിരി കോളേജസുകൾ നല്ലതുണ്ട്, ഒത്തിരി ഉണ്ട്. ഞാനിപ്പോൾ നമ്മുടെ കേരള ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിംഗ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന KIRF എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാ വർഷങ്ങളിലും അവരുടെ റാങ്കിംഗ് നിശ്ചയിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള കോളേജിന്റെ പേര് പറഞ്ഞതേ. മറ്റുള്ള കോളേജൊന്നും മോശമല്ല. നിങ്ങൾക്ക് അടുത്തുള്ള കോളേജിൽ എപ്പോഴും പോയി വരാൻ പറ്റുന്ന ഒരു കോളേജിനെ സെലക്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും, വലിയ മോശമല്ലാത്തതാണെങ്കിൽ. കാരണം ദൂരെയൊക്കെ പോകുമ്പോൾ അതിനുള്ള ആ ഉറച്ച തീരുമാനത്തിൽ തന്നെ പോകണം. കാരണം അവിടുന്ന് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ദൂരെ പോയി പഠിക്കുമ്പോൾ അവിടെ ഒരു പ്രയോജനം ഉണ്ടാവണം എന്നുള്ള ഉറപ്പിച്ച് അതിനൊക്കെയുള്ള രീതിക്കുള്ള മൈൻഡ് സെറ്റ് ആക്കിക്കൊണ്ട് പോകാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അടുത്തുള്ള കോളേജിൽ തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇനി ബാക്കി കാര്യങ്ങളെല്ലാം ബാക്കി കോളേജുകളെല്ലാം ഞാൻ അടുത്ത് ഇതായിട്ട് നിങ്ങളിൽ എത്തിച്ചിരിക്കും. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ മാക്സിമം ഒന്ന് ഫോളോ ചെയ്യുക. കാരണം നിങ്ങൾക്ക് വേണ്ട മറ്റുള്ള കീം അലോട്ട്മെന്റ് പ്രോസസ്സും കാര്യങ്ങളെല്ലാം ഈ ചാനലിലൂടെ കൃത്യമായിട്ട് നിങ്ങളെ അറിയിച്ചിരിക്കും. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് വിഷസ്, ഗുഡ് ബൈ.